ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 81-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഉയർപ്പിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ചയാണ് നാം ആചരിക്കുക. കർത്താവായ യേശുവിൻ്റെ ഉയർപ്പ് ഒരു വിശ്വാസ സത്യമാണെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുവാനായി സുവിശേഷകന്മാർ വ്യത്യസ്തങ്ങളായ അവതരണങ്ങൾ ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള സംഭവങ്ങളിലൂടെ യേശു സത്യമായി ഉദ്ധാനം ചെയ്തുവെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുക. ശൂന്യമായ യേശുവിൻ്റെ കല്ലറ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വീണ്ടും കർത്താവായ യേശു ഉദ്ധാനശേഷം പലർക്കായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഈ ഉദ്ധാന സത്യത്തിന് അടിവരയിടും. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വചനഭാഗമാണ്. എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അനുഭവം, അവർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്ന സംഭവം. വിശുദ്ധ ലൂക്കായുടെ അവതരണം അനുസരിച്ച് കർത്താവിൻ്റെ 2 ശിഷ്യന്മാര് അപ്പസ്തോലന്മാരെ ആകണം നിർബന്ധമില്ല. യേശുവിനോട് അടുത്ത് ജീവിച്ചവര് 2 പേർ ജെറുസലേമിൽ നിന്നും എമാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. എമാവൂസ് ജെറുസലേമിൽ നിന്നും 60 സ്ഥാദിയോൺ അല്ലെങ്കിൽ 11 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചില കയ്യെഴുത്ത് പ്രതികളിൽ 160 സ്ഥാദിയോൺ അകലെയാണ് എന്നുള്ള പരാമർശമുണ്ട്. ജെറുസലേം ആണല്ലോ യേശുവിൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ കേന്ദ്രസ്ഥാനം. യേശുവിനെ കുരിശിൽ തൂക്കിയതും യേശുവിനെ സംസ്കരിച്ചതും യേശു ഉദ്ധാനം ചെയ്തതും ഈ ജെറുസലേമിൽ നിന്നാണ്. യഹൂദരോടുള്ള ഭയം നിമിത്തം ശിഷ്യന്മാര് ജെറുസലേം പ്രദേശത്തും പല സ്ഥലങ്ങളിലെ കഥകടച്ചിരിക്കുകയാണ് യേശു അവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഈ 2 ശിഷ്യന്മാര് എമാവൂസ് ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അവർ പോകുന്ന വഴി അവരുടെ സംഭാഷണ വിഷയം യേശുവിന് സംഭവിച്ച കാര്യങ്ങളാണ്. യേശുവിൻ്റെ പാടുപീടുകളും യേശുവിൻ്റെ കുരിശുമരണവും കബറടക്കവും യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇപ്രകാരം അവർ ചർച്ച ചെയ്തുകൊണ്ട് വാദിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു അപരിചിതനെ പോലെ യേശു കടന്നു വരികയാണ്. സുവിശേഷകൻ പറയുന്ന 2 വാക്കുകൾ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. സംസാരിക്കുകയും വാദിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള അവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അവർ തമ്മിൽ വാദിക്കുവാനിടയാകുന്നത്. യേശു ഉയർത്തു എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരു ശിഷ്യൻ, യേശുവിന് ഉയർപ്പിൽ ചിലപ്പോൾ വിശ്വസിക്കാത്ത സംശയം പ്രകടിപ്പിക്കുന്ന മറ്റൊരു ശിഷ്യൻ, ഇതൊക്കെ ആയിരിക്കാം അവരുടെ വാദവിഷയം. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുമ്പോൾ അവർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ അവർ കടന്നു പോകുമ്പോഴാണ് യേശു ഒരു അപരിചിതനെ പോലെ ഉദ്ധിതനായ യേശു അവരുടെ കൂടെ ഒരു സഹയാത്രികനായി ചേരുക. അവൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സുവിശേഷകൻ പറയുന്നു, അവർ മ്ലാനവദനരായി നിന്നു. മ്ലാനവദനർ എന്ന് പറയുമ്പോൾ സന്തോഷമുള്ളവരുടെ ഒരു മുഖഭാവമല്ല.
പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ, നിരാശരുടെ, സങ്കടം അനുഭവിക്കുന്നവരുടെ മുഖഭാവമാണ് അവരുടെ മുഖത്തിലുണ്ടായിരുന്നത്. ഇപ്രകാരം അവർ മ്ലാനവദനരായി നിൽക്കുമ്പോൾ യേശു അവരോട് സംവാദിക്കുവാൻ ആരംഭിക്കുകയാണ്. ക്ലെയോഫാസ് എന്ന് പറയുന്ന ഈ രണ്ടുപേരിൽ ഒരാൾ യേശുവിനോട് ചോദിച്ചു, നീ ജെറുസലേമിൽ ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത ഒരു അപരിചിതനാണോ? കർത്താവിന്റെ ഉയർപ്പിന്റെ ദിവസം തന്നെയാണ് ഇവര് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ 3 ദിവസമായിട്ട് ഈ ജെറുസലേമിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ലേ? യേശു ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. എന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. അവർ യേശുവിന്റെ വ്യക്തിത്വം അംഗീകരിക്കുന്ന രീതിയിലാണ് യേശുവിനെ അവതരിപ്പിക്കുക. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. യേശു ഒരു പ്രവാചകനായിരുന്നുവെന്നും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സ്വീകാര്യനായിരുന്നുവെന്നും അംഗീകരിച്ചേറ്റ് പറയുകയാണ്. ഞങ്ങളുടെ പുരോഹിത പ്രമുഖരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. യഹൂദരുടെ അതിക്രമം അവർ അംഗീകരിക്കുകയാണ്. പുരോഹിത പ്രമുഖരുടെ കടന്നുകയറ്റത്തെ അവർ അംഗീകരിക്കുകയാണ്. അവർ അവനെ കൊന്നു എന്ന് അവർ അംഗീകരിച്ചേറ്റ് പറയുന്നു. തുടർന്ന് പറയുകയാണ്, ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ അവനിൽ പ്രതീക്ഷ വച്ചിരുന്നു. ഇവനായിരിക്കും മിശിഹ എന്ന്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ കല്ലറയിൽ പോയി. ഇന്ന് പ്രഭാതത്തിൽ അവന്റെ ശരീരം അവിടെ കണ്ടില്ല. അവർക്ക് ദർശനം ലഭിച്ചു, അവൻ ജീവിക്കുന്നു എന്ന്. അവർ വീണ്ടും ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ അറിയിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും കല്ലറയിൽ പോയി. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അപ്പോൾ യേശു അവരോട് മറുപടി പറയുന്നത് ശ്രദ്ധേയമാണ്. യേശു അവരെ വിളിക്കുകയാണ്, ഭോഷന്മാരെ, പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ പറയുന്നത് ഭോഷത്വമാണ്. 2, പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയം ഉജ്ജ്വലിക്കുന്നില്ല, തുറക്കപ്പെട്ടിട്ടില്ല. ഇതിൽ പ്രാരംഭത്തിൽ പറയുന്നു, അവർ നടന്ന് എമാവുസിലേക്ക് പോകുന്നുവെങ്കിലും അവരുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകൾ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ബാഹ്യമായ കണ്ണുകളെ കുറിച്ചല്ല പറയുന്നത്. യേശുവിനെ മനസ്സിലാക്കുവാൻ അവരുടെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടണം. അത് അടഞ്ഞിരുന്നു, അന്ധകാരമയമായിരുന്നു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുക. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഹൃദയം മന്ദീഭവിച്ച അവസ്ഥയാണ് നിങ്ങൾക്ക്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള പ്രവാചകന്മാരുടെ ലിഖിതങ്ങള് എല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. യേശുവിനെ കുറിച്ച് പറയുന്ന പഴയ ഉടമ്പടിയിലെ പ്രവചന ഭാഗങ്ങളെല്ലാം യാത്രാമധ്യേ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഒരു സഹയാത്രികനെ പോലെ യേശു അവരുടെ കൂടെ നടക്കുന്നു. അവരത് സശ്രദ്ധം കേൾക്കുന്നു, അവരിൽ മാറ്റമുണ്ടാകുന്നു, അവർ അംഗീകരിക്കുന്നു. അവർ അവസാനം എത്തേണ്ട ഗ്രാമത്തോടെ മാവൂസിനോട് അടുത്തു. യേശു അതിലെ കടന്നു പോകുവാൻ, മുന്നോട്ട് യാത്ര തുടരുവാൻ ആഗ്രഹിക്കുന്നവനെ പോലെ ഭാവിച്ചു. അവരാകട്ടെ സന്ധ്യ ആയതുകൊണ്ട് അവിടെ വസിക്കുവാൻ തീരുമാനിച്ച് അവർ അവിടെ തങ്ങുകയാണ്. അവർ യേശുവിനെ നിർബന്ധിച്ചു. യേശുവും അവരും തമ്മിലുള്ള സംഭാഷണം അപരിചിതത്വത്തിന്റെ സ്ഥാനത്തു നിന്നും പരിചിതനായ ഒരു വ്യക്തിയായി യേശുവിനെ മാറ്റി. യേശുവിനെ അവർ നിർബന്ധിക്കുകയാണ് അവരോടൊപ്പം വസിക്കുവാൻ. അതിനുശേഷം പിറ്റേന്ന് യാത്ര പുറപ്പെടുവാനായിട്ട് അവർ പറയുകയാണ്, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകലസ്തമിക്കാറായി. യേശു അവരുടെ ക്ഷണം സ്വീകരിച്ചു. അവർ അത്താഴത്തിനിരുന്നു. ആ സമയത്ത് ഭക്ഷണം പങ്കിടുവാനായിട്ടിരിക്കുമ്പോൾ യേശു അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുകയാണ്.
ആതിഥേയനായി മാറുന്ന സംഭവം. ഇവിടെ അതിഥിയായി അവരുടെ കൂടെ താമസിക്കുവാൻ ക്ഷണിക്കപ്പെട്ട യേശു അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അത് യേശു സാധാരണ മറ്റവസരങ്ങൾ ചെയ്തിട്ടുള്ളതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ട അത്ഭുതകരമായ മത്സ്യബന്ധനത്തിന്റെ സമയത്ത് യേശു അവർക്ക് വേണ്ടി പ്രാതലൊരുക്കുന്നതായിട്ട് നാം കണ്ടു. അതുപോലെ തന്നെ ഇവിടെ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി. ഈ അപ്പം മുറിക്കൽ സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഇത് ഇവിടെ പരാമർശിക്കുക എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാര്, സഭാപിതാക്കന്മാര് പറയുക. അപ്പമെടുത്ത് ശുദ്ധീകരിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഓരോ വിശുദ്ധ കുർബാനയിലും കാർമ്മികൻ ചൊല്ലുന്ന ഉദാശവചനമാണ്. യേശു ആശീർവദിച്ച അപ്പം, യേശു മുറിച്ചു നൽകുന്ന അപ്പം അവിടുത്തെ ശരീരമാണ് എന്ന് നാം കാണുന്നുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സ്വീകരിച്ച് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, ആത്മീയമായ കണ്ണുകൾ തുറന്നു എന്നാണ് ഇവിടെ സുവിശേഷം രേഖപ്പെടുത്തുക. ഈ വചനഭാഗത്ത് ആദ്യം തിരുവചനം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന യേശു, അതേ തുടർന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുക്കുന്ന യേശു. സഭയുടെ നിലനിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങള് വിശുദ്ധ ലിഖിതവും ദൈവവചനവും വിശുദ്ധ കുർബാനയുമാണ്. സഭാപിതാക്കന്മാർ പറയുന്നു, എവിടെ വിശുദ്ധ വചനമുണ്ടോ, വേദപുസ്തകമുണ്ടോ, അവിടെ സഭയുണ്ട്. എവിടെ വിശുദ്ധ കുർബാനയുണ്ടോ, അവിടെ സഭയുണ്ട്. ദൈവവചനവും വിശുദ്ധ കുർബാനയും കർത്താവിന്റെ ശരീരവും രക്തവും പകരുന്ന പുതാശയം സഭയെ സഭയാക്കി മാറ്റുന്നു. ഇവരുടെ യാത്രയിൽ യേശു ഈ രണ്ട് കാര്യങ്ങളാണ് നിർവഹിച്ചത്. വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു, അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു. വീണ്ടും അപ്പമെടുത്ത് മുറിച്ച് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തു. അവരുടെ കണ്ണുകൾ, ആന്തരികമായ കണ്ണുകൾ, ശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു എന്ന് സുവിശേഷൻ പറയുന്നു. യേശുവാണ്, ബുദ്ധിതനായ യേശുവാണ് തങ്ങളുടെ കൂടെ യാത്ര ചെയ്തതെന്നും വചനം വ്യാഖ്യാനിച്ചു തന്നതെന്നും ഇപ്പോൾ അപ്പം മുറിച്ചു തന്നതെന്നും അവർ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ സമയം യേശു അവരിൽ നിന്നും അപ്രത്യക്ഷനാവുകയാണ്. ആ സമയത്ത് അവർ പരസ്പരം പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. അവർ തമ്മിൽ പറഞ്ഞു അവരുടെ അനുഭവങ്ങൾ പങ്കിടുകയാണ്. അവൻ വിശുദ്ധ ലിഖിതം വഴിയിൽ വെച്ച് നമുക്ക് വിശദീകരിച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പരസ്പരം അവർ പറയുകയാണ്, അനുഭവങ്ങൾ പങ്കിടുകയാണ്, ക്രിസ്തു അനുഭവം. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവർ എന്തിനു വേണ്ടി എമാവൂസിൽ വന്നുവോ ആ കാര്യം പോലും നിർവഹിക്കാതെ ഉടൻ തന്നെ ഈ അനുഭവം ലഭിച്ചവര് ജെറുസലേമിലേക്ക് പോവുകയാണ്. യേശുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളുടെ കേന്ദ്രത്തിലേക്ക്, മറ്റപ്പസ്തോല കൂട്ടായ്മയിലേക്ക് തിരിച്ചു പോവുകയാണ്. അവർ അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കാണുകയാണ്. കർത്താവ് സത്യമായി ഉദ്ധാനം ചെയ്തു എന്നുള്ള സത്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ സമൂഹത്തോട് ചേർന്ന് വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിച്ചപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിക്കുകയാണ്. മനോഹരമായ ഒരു കർത്താവിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ ഒരു അനുഭവമാണ് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായത്. കർത്താവ് സത്യമായി ഉദ്ധാനം ചെയ്തു എന്നുള്ള സത്യം ഈ ലോകത്തോട് കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുവാനായിട്ട് സുവിശേഷകന്മാർ ചേർത്ത വിവിധ സംഭവങ്ങളിൽ വിശുദ്ധ ലൂക്കാ എഴുതി ചേർത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ ക്രിസ്തു അനുഭവം. അത് ദൈവവചനത്തിന്റെ രൂപത്തിലും വിശുദ്ധ കുർബാനയുടെ രൂപത്തിലും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ സൂചനയായി, നാന്ദിയായി ഈ 2 ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത് നാം മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇവിടെ യേശുവിനെ മനസ്സിലാക്കാത്ത നിമിഷങ്ങൾ നമ്മുടെ ക്രിസ്തീയമായ ജീവിതത്തിൽ ഉണ്ടാകാം. അവൻ നമ്മുടെ കൂടെ നടന്നാലും യേശുവിനെ തിരിച്ചറിയാൻ പാടില്ലാത്ത നമ്മുടെ ആന്തരികമായ കണ്ണുകള്, വിശ്വാസത്തിന്റെ കണ്ണുകള് അടയ്ക്കപ്പെട്ട നിമിഷങ്ങള് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം.
പക്ഷെ യേശു വചനം വ്യാഖ്യാനിച്ചു തരുമ്പോൾ, ദൈവവചനം നാം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ, ആന്തരികമായ കണ്ണുകൾ തുറക്കപ്പെടണം. നമുക്ക് പ്രത്യേകമായിട്ടും ഈ സുവിശേഷ ഭാഗത്തെ ധ്യാനിക്കാം. കർത്താവ് നിന്നും അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ആ ശിഷ്യന്മാരെ യേശുവിനെ മനസ്സിലാക്കി, യേശുവാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവരുടെ ബന്ധം ഊട്ടിയുറപ്പിച്ചപ്പോൾ അവർ യേശുവിനെ ക്ഷണിച്ചതുപോലെ നമ്മോടൊപ്പം വസിക്കുവാൻ, യേശുവിനെ ക്ഷണിക്കുവാൻ നമുക്ക് തുറവിയുണ്ടാകണം. അങ്ങനെ തുറവിയുണ്ടാകുമ്പോൾ യേശു നമ്മോടൊപ്പം വസിക്കും. യേശുവിന്റെ സഹവാസം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പടി കൂടിയുള്ള ക്രിസ്തു അനുഭവം അവിടെ നൽകും. സ്നേഹമുള്ളവരെ, വിശ്വാസ കൂട്ടായ്മയുടെ ഭാഗമായി നാം ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ ഈ വലിയ ഉത്ഥാന രഹസ്യം, അവിടുത്തെ സഹവാസത്തിലുള്ള ഈ അനുഭവം വലിയ ക്രിസ്തീയ അനുഭവമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗം കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ, ഇന്നത്തെ ഈ ഞായറാഴ്ച നമ്മൾ വായിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ ഉയർപ്പ് ഒരു സത്യമായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനും അതിന് സാക്ഷികളായി ആ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ സമൂഹത്തോട് ചേർന്നിരിക്കുന്നതിനും ആ സമൂഹത്തിന്റെ അനുഭവങ്ങള് പങ്കിട്ട് ഇരട്ടിയാക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള വലിയ വിളിക്ക് നമുക്ക് പ്രത്യുത്തരം നൽകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.